PCODന്റെ കോംപ്ലിക്കേഷന്റെ ഒരു 50% റീസൺ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. PCOD ഉള്ള ആൾക്കാരിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും മാനേജ് ചെയ്യാൻ കഴിയാതെ പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. വെയിറ്റ് ഗെയിൻ ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ അമിതമായിട്ട് ഷുഗർ ക്രേവിംഗ് ഉള്ള ആൾക്കാരിലൊക്കെ ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി തന്നെ ഇരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഓരോ മീൽസിന് ശേഷവും 10 മിനിറ്റ് നടക്കുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ, അതായത് ഓരോ മീലിന് ശേഷവും റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൈക്കജനോ ഫാറ്റോ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബോഡിയിൽ തന്നെ സ്റ്റോർ ചെയ്യപ്പെടും. അത് കാരണം വെയിറ്റ് ഗെയിനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. 10 മിനിറ്റ് നടക്കുകയാണെങ്കിൽ ബ്ലഡ് ഫ്ലോ കൂടി മസിൽസിലേക്കും സെൽസിലേക്കുമുള്ള ഇൻടേക്ക്, അതായത് ഗ്ലൂക്കോസ് ഇൻടേക്ക് കൂട്ടുകയും അതുപോലെ തന്നെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയും അതുകൊണ്ട് തന്നെ ഇൻസുലിന്റെ ആവശ്യകത കുറഞ്ഞു വരികയും ചെയ്യും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതാണ്.